കോളേജിന് നാക്കിൻ്റെ A++ അക്രഡിറ്റേഷൻ ഉണ്ട്. ഇപ്പോൾ അതേ കോളേജ് ഓട്ടോണമസ് ആയി. ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ പഠനകാലം ഞങ്ങളുടെ കളറാ. UGയിലും PGയിലായിട്ട് ഈ കാണുന്ന കോഴ്സുകളൊക്കെ ഇവിടെ ഉണ്ട്. നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല. നിർമ്മല കോളേജ്, മൂവാറ്റുപുഴ. An inspiring journey into the future. രാത്രിയിൽ പെൺസുഹൃത്തിന്റെ വീട്ടിലെത്തിയതിന് ആൾക്കൂട്ടം കെട്ടിയിട്ട് മർദ്ദിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ മരിച്ച അരുണാചൽ പ്രദേശ് സ്വദേശി അശോക് ദാസിന്റെ മൃതദേഹം കവളങ്ങാട് പഞ്ചായത്തിലെ നേര്യമംഗലം പൊതുശ്മശാനത്തിൽ പോലീസ് സംസ്കരിച്ചു. ബന്ധുക്കൾ ഏറ്റെടുക്കാൻ എത്താതിരുന്നതോടെയാണ് പോലീസ് മൃതദേഹം പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചത്. രാത്രിയിൽ പെൺസുഹൃത്തിന്റെ വീട്ടിലെത്തിയതിന് ആൾക്കൂട്ടം കെട്ടിയിട്ട് മർദ്ദിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ മരിച്ച അരുണാചൽ പ്രദേശ് സ്വദേശി അശോക് ദാസിന്റെ മൃതദേഹം കവളങ്ങാട് പഞ്ചായത്തിലെ നേര്യമംഗലം പൊതുശ്മശാനത്തിൽ പോലീസ് സംസ്കരിച്ചു. ബന്ധുക്കൾ ഏറ്റെടുക്കാൻ എത്താതിരുന്നതോടെ കഴിഞ്ഞ 4-ന് മരിച്ച അശോക് ദാസിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൂവാറ്റുപുഴ ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ജന്മനാട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ലെന്നും ഇവിടെ തന്നെ സംസ്കരിക്കണമെന്നും ബന്ധുക്കൾ രേഖാമൂലം അറിയിച്ചതോടെയാണ് 20-ാം നാളിൽ പോലീസ് തന്നെ അശോക് ദാസിന് അന്ത്യവിശ്രമമൊരുക്കിയത്. തുടക്കത്തിൽ മൃതദേഹം ജന്മനാട്ടിലെത്തിക്കുന്നതിന് പോലീസ് ശ്രമിച്ചിരുന്നു. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങാൻ എത്തില്ലെന്ന് പോലീസിനെ അറിയിച്ചു. ഇതോടെ ജില്ലാ ഭരണകൂടത്തിന്റെയും തൊഴിൽ വകുപ്പിന്റെയും സഹകരണത്തോടെ അരുണാചലിൽ മൃതദേഹം എത്തിച്ചു നൽകുന്നതിന് നടപടി ആരംഭിച്ചെങ്കിലും ബന്ധുക്കൾ മുഖം തിരിച്ചു. കൊല്ലപ്പെട്ടയാളുടെ മൃതദേഹം നാട്ടിലെത്തിച്ചാൽ ഗ്രാമവാസികൾ എതിർക്കുമെന്ന് ബന്ധുക്കൾ അരുണാചലിലെ ആലോ പോലീസ് സ്റ്റേഷൻ വഴി മൂവാറ്റുപുഴ പോലീസിനെ അറിയിക്കുകയായിരുന്നു. മൃതദേഹം ഏറ്റുവാങ്ങാൻ എത്തില്ലെന്നും ഇവിടെ തന്നെ സംസ്കരിക്കണമെന്നുമുള്ള ബന്ധുക്കളുടെ ആവശ്യം പരിഗണിച്ചാണ് പോലീസ് സംസ്കാരത്തിന് മുൻകൈയെടുത്തത്. മൂവാറ്റുപുഴ SI ദിലീപ്, സിവിൽ പോലീസ് ഓഫീസർമാരായ KA അനസ്, VK സുഭാഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് മൃതദേഹം നേര്യമംഗലത്ത് എത്തിച്ച് സംസ്കരിച്ചത്. കേരളത്തിലുടനീളമുള്ള അറ്റ്ലസ് ഷോറൂമുകളിൽ ഫ്ലാറ്റ് 30% ഡിസ്കൗണ്ട് സെയിൽ. ഡിസ്കൗണ്ട് സെയിൽ വെറും 10 ദിവസത്തേക്ക് മാത്രം. വേഗമാകട്ടെ. ഏപ്രിൽ 18 മുതൽ 28 വരെ അറ്റ്ലസിന്റെ കേരളത്തിലുടനീളമുള്ള ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് നടത്തുന്ന കസ്റ്റമേഴ്സിന് എല്ലാ ടെക്സ്റ്റൈൽ റെഡിമെയ്ഡ്സ് പ്രോഡക്റ്റുകൾക്കും 30% ഡിസ്കൗണ്ട് സെയിൽ. ആദ്യമാദ്യമെത്തി ഈ സുവർണാവസരം സ്വന്തമാക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും അറ്റ്ലസ് ഷോറൂമുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അറ്റ്ലസ്, അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ.